ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സ്വാതന്ത്ര്യ സമര സേനാനി MT ലാസർ മാസ്റ്ററുടെ 26ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. മാള ജോസഫ് മേരി സാംസ്കാരിക വേദിയിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാസർ മാസ്റ്റർ. അദ്ദേഹം അന്തരിച്ചിട്ട് 26 വർഷങ്ങൾ പിന്നിട്ടു. പുതിയ തലമുറയ്ക്ക് മാഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പേരപ്പാടൻ അധ്യക്ഷത വഹിച്ചു. എന്റെ വീടിന് മുന്നിലൂടെ ദിവസവും കാലത്ത് വൈകിട്ട് പോകുമ്പോഴും റോഡ് മറ്റേ സൈഡിൽ വെച്ചുള്ള അവിടെ നിന്ന് ഉറക്കെ ആ ശബ്ദമാണ് കുട്ടികൾ ഭാഷ. ഇതെന്ന് ഗംഭീരമുള്ള ഒരു ശബ്ദത്തോടൊപ്പം ഞാൻ എൻ്റെ അടുത്ത് പോകും ചോദിക്കുന്നു, എവിടെയാണ് അപ്പൻ വീട്ടിൻ്റെ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കാലത്ത് വൈകിട്ട് തന്നെ വരും എല്ലാ ദിവസവും. അന്ന് നമ്മുടെ INS ഹോട്ടലിന് ഓപ്പോസിറ്റ് നമ്മുടെ വില്ലേജ് കോടതിയിലെ ആ വില്ലേജ് കോടതിയുടെ മുന്നിലാണ് സാധാരണ യോഗങ്ങൾ നടക്കുന്നത്. മൈക്കില്ലാതെ യോഗങ്ങൾ. അന്ന് മാഷ് അവിടെ നിന്ന് ശ്രമിച്ചാൽ എനിക്ക് അവിടെ വീട്ടിൽ കേൾക്കാം. അതായിരുന്നു മാഷ് പ്രസംഗത്തിൻ്റെ ശബ്ദവും ഉഷിരും. നമുക്കറിയാം, നേരത്തെ ഷാൻഡി സൂചിപ്പിച്ച പോലെ ഒട്ടനവധി പേർ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങി പുതുമായി നടക്കുന്നുണ്ട്. ഇത് ഷാൻഡി പ്രസംഗിച്ചപ്പോൾ ദേശങ്ങളൊക്കെ അവിടെ നിന്ന് കമന്റ് പറഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യ അനുസ്മരണം നടത്തി. ആദ്യം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിലാണ് ഇതിൽ പുറത്തു. സോഷ്യലിസ്റ്റ് ആശയക്കാരുടെ ഏറ്റവും വലിയ നേതാവ് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ ആദ്യകാല നേതാവ്. അപ്പൊ ജയപ്രകാശ് അടക്കമുള്ള ആളുകൾ, രാം മനോഹർ ലോഹ്യ, അച്യുത് പട്വർദ്ധൻ, വലിയ നേതാക്കന്മാരാണ്. ഇവരൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ ഒരു ചെറിയ ഗ്രൂപ്പാണ്. അതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകൾ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ്. EMS ഒരുപാട് കയ്യിൽ വന്നാണല്ലോ. ഒരുപാട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൂടെയാണ് രാഷ്ട്രീയത്തിൽ. P. കൃഷ്ണപിള്ള, പിന്നീട് AK ഗോപാൽ, തിരുവിതാംകൂറിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് KC ജോർജ്. ഇവരൊക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ കൂടിയാണ് വരുന്നത്. അതിനൊരു സൗകര്യമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേക രീതി അന്നത്തെ കാലത്ത് നിലവിൽ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ രംഗത്ത് വന്നാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ്. അന്ന് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ പേടിക്കണം, ആളുകളും പേടിക്കും. കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യർ പച്ചക്ക് തിന്നുന്നവരാണെന്നാണ് ജനങ്ങൾ പൊതുവെ വിചാരിക്കും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മയുടെ വീട്ടുകാർ വലിയ കോൺഗ്രസ്സുകാരാണ്. അവർ പറഞ്ഞിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യരെ പച്ചക്ക് തിന്നുന്നവരാണ്. റഷ്യയിലൊക്കെ മനുഷ്യർ പച്ച മാംസമാണ് തിന്നുന്നത് എന്നൊക്കെയാണ്. പിന്നെയല്ല മനസ്സിലായിട്ട് ഇത്ര ഉള്ളത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആളുകൾ വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ 30കളിൽ അല്ലെങ്കിൽ 40കളുടെ തുടക്കത്തിൽ എങ്ങനെയായിരിക്കും ഇവരെ പറ്റി വിചാരിച്ചിരുന്നത് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പരസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് പൊതുരംഗത്ത് ഇറങ്ങുന്നത് വളരെ അപകടകരമായി. KC വർഗീസ് ലാസർ മാസ്റ്ററുടെ ജീവചരിത്രം അവതരിപ്പിച്ചു. 1923 ജനിച്ചത്. മാളയിലെ പ്രമുഖമായ മാമിടി തറവാട്ടിലെ ടോമൻ മറിയ ദമ്പതികളുടെ മകനായിട്ടാണ് ജനിച്ചത്. അതുപോലെ തന്നെ മാസ്റ്റർ ജീവിതത്തിൽ കുറിക്കുമ്പോൾ മാളാങ്ങാടി കൂടി നേരത്തെ രാജ്യദേശ മാളാങ്ങാടി കൂടി നടത്തുന്നത് രാഷ്ട്രഭാഷ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 50 വയസ്സിന് മേലുള്ള ആളുകൾക്കൊക്കെ രാഷ്ട്രഭാഷയെ പറ്റി അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൊഫസർ M. ലീലാവതിയുടെ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്ക് രാഷ്ട്രഭാഷയെ പറ്റി അറിയാൻ പറ്റും. അവര് രാഷ്ട്രഭാഷയെ കുറിച്ച് എഴുതിയത് ഉച്ചിയിലെ ഗർജിക്കുന്ന സിൽക്കം എന്നാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസംഗമാണ് കേട്ടിട്ടുള്ളത് രാഷ്ട്രഭാഷയുടെ ആണ് അവരെ കുറിച്ചിട്ടുള്ളത്. ഇപ്പൊ രാഷ്ട്രഭാഷ ആരാണെന്ന് ഏകദേശം ഒരു രൂപം നിങ്ങൾ മനസ്സിൽ കിട്ടിക്കണം. മാളിലുള്ള ആർക്കും അത് അറിയാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. മാഷ് സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത് മാഷ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മാള സെന്റ് ആന്റണീസ് സ്കൂളിൽ സ്ഥലത്ത് LP സ്കൂളിലെ അധ്യാപകനായിട്ടാണ് മാഷ് ജോലി ആരംഭിച്ചത്. അന്ന് ജോലി ഉള്ളപ്പോഴും മാഷ് സ്വാതന്ത്ര്യ സമര സേനാനി പ്രവർത്തനമൊക്കെ ഉണ്ടായിട്ട്. പക്ഷേ ഒരു ദിവസം മാഷ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ആലോചനകൾ നടക്കുന്ന സമയത്ത് കുട്ടികളെ അണിനിരത്തി മാഷ് ജാഥ നടത്തി മാളിൽ മഹാത്മാഗാന്ധിക്ക് ജയവിളിപ്പിച്ചുകൊണ്ട്. ആ ജാഥ കഴിഞ്ഞപ്പോൾ സ്കൂളിലെ മാനേജർ ഫാദർ പൂസ്പാനികളായിരുന്നു മാനേജർ. അദ്ദേഹം വിളിച്ച് മാഷോട് ചോദിച്ചു, മാഷ ഈ പണ്ഡിറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്,
ക്രിസ്ത്യാനികളായിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ ഭരണം അവസാനിപ്പിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യക്കാരുടെ ഭരണം കിട്ടാനാണോ മാഷയുടെ ശ്രമം എന്ന് ചോദിച്ചു. മാഷ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, ജോളി വടക്കൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ഏലാതി ലേഹ്യം.